പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച സുപ്രധാന ഉത്തരവ് മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ യാത്രക്കാർക്ക് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത്. 4 ആഴ്ചത്തേക്കാണ് ടോൾ പിരിവ് നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഈ ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മൂലം റോഡുകൾ പൂർണ്ണമായും തകർന്ന നിലയിലായതും ഗതാഗതക്കുരുക്ക് രൂക്ഷമായതും ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ നിർണായകമായ വിധി. പൊതുപ്രവർത്തകനായ അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് നൽകിയ ഹർജിയിൽ യാത്രക്കാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നൽകാതെ ടോൾ പിരിക്കുന്നത് അനീതിയാണെന്ന് വാദിച്ചു. ഈ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ടോൾ പിരിവ് നിർത്തിവെക്കാൻ ഉത്തരവിട്ടത്. ഹർജിയിൽ ഉന്നയിച്ച പ്രധാന വിഷയങ്ങൾ ദേശീയപാത അതോറിറ്റിയുടെ അനാസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുന്നു. അടിപ്പാത നിർമ്മാണം തുടങ്ങിയതിനു ശേഷം റോഡുകൾ പൂർണ്ണമായും തകർന്നു. കുഴികളും പൊടിയും നിറഞ്ഞ റോഡുകളിലൂടെയുള്ള യാത്ര ദുരിതപൂർണമാണ്. ടോൾ പ്ലാസയ്ക്ക് സമീപം ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് പലപ്പോഴും മണിക്കൂറുകളോളം നീണ്ടു നിൽക്കാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ യാത്രക്കാർക്ക് യാതൊരുവിധ സൗകര്യവും നൽകാതെ ടോൾ പിരിക്കുന്നത് ന്യായീകരിക്കാനാവില്ലെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ സാഹചര്യത്തിൽ ടോൾ പിരിക്കുന്നത് ഭരണഘടനാപരമായ അവകാശങ്ങളുടെ ലംഘനമാണെന്നും വാദമുയർന്നു. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിൽ അതോറിറ്റിക്ക് വീഴ്ച പറ്റിയെന്ന് കോടതി നേരത്തെ നിരീക്ഷിച്ചിരുന്നു. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ അതോറിറ്റി 3 ആഴ്ചത്തെ സമയം ചോദിച്ചിട്ടും കാര്യമായ പുരോഗതി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കോടതിക്ക് ഈ വിഷയത്തിൽ കർശനമായ നിലപാട് സ്വീകരിക്കേണ്ടി വന്നത്. ദേശീയപാത അതോറിറ്റിയുടെ ഉത്തരവാദിത്തം ജനങ്ങൾക്ക് സുരക്ഷിതവും സുഗമവുമായ യാത്ര ഉറപ്പാക്കുക എന്നതാണ്. എന്നാൽ ഈ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ അതോറിറ്റി പരാജയപ്പെട്ടു. ഈ കോടതി വിധി ദേശീയപാത അതോറിറ്റിക്കും മറ്റ് ടോൾ കമ്പനികൾക്കും ഒരു ശക്തമായ മുന്നറിയിപ്പാണ്. ടോൾ പിരിവ് ന്യായീകരിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള റോഡ് സൗകര്യങ്ങൾ യാത്രക്കാർക്ക് നൽകണമെന്ന തത്വം കോടതി ഈ ഉത്തരവിലൂടെ ഊട്ടിയുറപ്പിക്കുന്നു. സേവനദാതാക്കൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഈ വിധി ഓർമ്മിപ്പിക്കുന്നു. 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് നിർത്തിവെച്ചതിലൂടെ തകർന്ന റോഡുകൾ അടിയന്തരമായി നന്നാക്കാനും ഗതാഗതം സുഗമമാക്കാനും ദേശീയപാത അതോറിറ്റിക്ക് കൂടുതൽ സമ്മർദ്ദമുണ്ടാകും. ഈ സമയപരിധിക്കുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതോറിറ്റിക്ക് സാധിച്ചാൽ ടോൾ പിരിവ് പുനരാരംഭിക്കാൻ കോടതി അനുമതി നൽകിയേക്കാം. എന്നാൽ വീഴ്ച തുടർന്നാൽ കോടതിയുടെ ഭാഗത്തു നിന്ന് കൂടുതൽ കടുത്ത നടപടികൾ പ്രതീക്ഷിക്കാം. ടോൾ പിരിവ് ഇല്ലാത്ത 4 ആഴ്ച യാത്രക്കാർക്ക് സാമ്പത്തികമായി ഒരു ആശ്വാസം നൽകുമെന്നതിലുപരി നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാകുമെന്ന പ്രതീക്ഷയും ജനങ്ങൾക്കുണ്ട്. ഈ കോടതി വിധി ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ മറ്റ് ഭാഗങ്ങളിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളിലും ഒരു മാതൃകയായി കണക്കാക്കപ്പെടാം. പൊതുജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നീതിന്യായ വ്യവസ്ഥ എത്രത്തോളം ഫലപ്രദമായി ഇടപെടുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ വിധി. ഇത് പൊതു താൽപര്യ ഹർജിയുടെ പ്രാധാന്യവും ശക്തിയും വർദ്ധിപ്പിക്കുന്നു. കോടതി ഉത്തരവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് ദേശീയപാത അതോറിറ്റിയുടെ പ്രതികരണവും നിർണായകമാകും. ഈ സംഭവ വികാസങ്ങൾ ദേശീയപാത അതോറിറ്റിയുടെ പ്രവർത്തന രീതികളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കും. യാത്രക്കാരുടെ സുരക്ഷയ്ക്കും സൗകര്യങ്ങൾക്കും മുൻഗണന നൽകുന്നതിനോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ വിധി ഓർമ്മിപ്പിക്കുന്നു.